നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. ഫുട്ബോൾ ജയിച്ചു. അർജന്റീനയെ സ്പെയിന് പരാജയപ്പെടുത്തി വേൾഡ് കപ്പ് ചൂടിയതിന് പിന്നാലെ ടോണി ക്രൂസിൻ്റെ പ്രതികരണമാണ്. അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ എക്സിൽ അക്കൗണ്ടിൽ അദ്ദേഹം കുറിച്ചു, ഫുട്ബോൾ ജയിച്ചു, ഫുട്ബോൾ വൺ. എന്താ പറയുക, ഈ വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ അർജന്റീന കളിച്ച കളി എന്താണ്? പരിതാപകരം അല്ലേ? എതിരാളികളുടെ ഹാഫിലേക്ക് ഒന്ന് കയറാൻ പോലും പലപ്പോഴും പറ്റുന്നില്ല. എതിരാളികൾ പെനാൽറ്റി ബോക്സിലേക്ക് കടക്കണ്ട, ആദ്യം കടന്നത് ആ എക്സ്ട്രാ ടൈമിൽ ഇവിടെ ഒരു ഗോൾ വീണതിന് ശേഷം മാത്രമായിരുന്നു. അപ്പോൾ തിരിച്ചടിക്കാനുള്ള ശേഷിയും ഉണ്ടായിരുന്നില്ല. ഇത്രയും ബോറിംഗ് ആയിട്ടുള്ളൊരു വേൾഡ് കപ്പ് ഫൈനൽ ഈ അടുത്തൊന്നും കണ്ടിട്ടില്ല. കാരണം ഒരു ടീം കളിക്കുന്നില്ല, മറ്റേ ടീം കളിക്കുന്നു, ഒരു ടീം അത് എങ്ങനെയെങ്കിലും ഡിഫെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് മാത്രം നോക്കുന്നു. ജയിക്കാനായിട്ട് ശ്രമിച്ച ഒരേ ഒരു ടീമാണ്. അപ്പം എന്തായാലും ക്രൂസ് വളരെ കൃത്യമായിട്ട് പറയുന്നു, ഫുട്ബോൾ വിജയിച്ചു. അതല്ല, ഇതെങ്ങാനും മറുവശത്തുകൂടെ കളിയുടെ ഒഴുക്കിനെതിരെയൊക്കെ അർജന്റീന വിജയിച്ചിരുന്നെങ്കിൽ ഫുട്ബോൾ എന്നുള്ളതിൻ്റെ ഒരു അവസ്ഥ എന്താണ്? സോ ഫുട്ബോൾ വിജയിച്ചു എന്ന് തന്നെ അദ്ദേഹം കൃത്യമായിട്ട് കുറിക്കുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഈ കളിക്ക് മുമ്പ് തന്നെ പ്രിഡിക്റ്റ് ചെയ്തിരുന്നു. അത് തന്നെ സംഭവിക്കുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞത്, സ്പെയിന് ഫസ്റ്റ് ഗോൾ അടിക്കുകയാണെങ്കിൽ പിന്നെ ബാക്കിയൊക്കെ മറന്നേക്ക്, അർജന്റീന 3-4 ഗോൾ വരെ കൺസിഡർ ചെയ്യുന്ന അവസ്ഥയുണ്ടാവും. അർജന്റീനയ്ക്ക് അതിനൊന്നും പരിഹാരം കണ്ടെത്താൻ പറ്റൂല. പക്ഷേ അവർക്ക് ചെറിയ ഒരു സ്പേസ് കൊടുത്താൽ അവരത് എക്സ്പ്ലോയിറ്റ് ചെയ്യുകയും ചെയ്യും എന്നാണ് അദ്ദേഹം പ്രതികരിച്ചിരുന്നത്. ഏതാണ്ട് അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഒരു ഗോള് അടിച്ചു. ആ ഗോൾ അടിക്കാൻ നന്നായിട്ട് പാടുപെട്ടു സ്പെയിൻ എന്നുള്ളത് ശരിയാണ്. ഒരു വിധത്തിൽ അവരെ തടഞ്ഞു നിർത്തിയത് എമി മാർട്ടിനസ് ആണ്. 11 സേവുകളാണ് നടത്തിയത്. അപ്പോൾ ഒരു വിധത്തിൽ തടഞ്ഞു നിർത്തിയത് എമി മാർട്ടിനസ് ആണ്. പക്ഷേ ആ ഗോൾ കണ്ടെത്തി അർജന്റീനയ്ക്ക് അതിന് സൊല്യൂഷൻ ഉണ്ടായിരുന്നില്ല. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.